പരസ്പരം വിജയിക്കാൻ ശ്രമിക്കുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വഴക്കും അടിയും ഇടിയും തൊഴിയും. ഇരുവരും താൻ പറയുന്നത് ശരി എന്നത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അപകടാവസ്ഥയിൽ ഭാര്യാഭർത്തൃ ബന്ധം ചെന്ന് എത്തുന്നത്. ഭാര്യയ്ക്ക് വേണ്ടുന്ന കരുതൽ, ഇമോഷണൽ സപ്പോർട്ട് ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് വേണ്ടത് ഒരിക്കലും തൻ്റെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, തൻ്റെ ഈഗോ ഹർട്ടാകാൻ പാടില്ല. ജന്മനാൽ തന്നെ പ്രകൃതിയാൽ പുരുഷനും സ്ത്രീയും രണ്ട് കെമിസ്ട്രി ആണല്ലോ ജീവശാസ്ത്രപരമായിട്ട്, ബയോളജിക്കലി നോക്കുമ്പോൾ. ഫിസിക്കലി മാത്രമുള്ള ഡിഫറൻസ് അല്ല. ഫിസിക്കലി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇമോഷണലി, മെൻ്റലി ഒരുപാട് വ്യത്യസ്തത പുരുഷനും സ്ത്രീക്കുമുണ്ട് എന്നത് അണ്ടർലൈങ് ഫാക്ടേഴ്സാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസ് എന്നതായിരുന്നു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, പ്രയാണം. പക്ഷേ ഇന്നേ കാലത്ത് ചെറുപ്പക്കാരികളും മറ്റൊരു തലത്തിൽ മാനസികാവസ്ഥയിൽ സ്വതന്ത്രത, എക്സ്പോഷേഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡിവോഴ്സ്, അല്ലെങ്കിൽ ഇന്നേ ചെറുപ്പക്കാരികളിൽ മിക്കവരും വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. സ്വതന്ത്രത ഇന്ന് വളരെ വളരെ പ്രധാനമാണ്, പ്രാധാന്യം അറിയിക്കുന്നു, അത് ആവശ്യവുമാണ്. എന്തായാലും ഡിവോഴ്സ് ആകുന്നതിന് കാരണമാക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ബഹുഭൂരിപക്ഷം പ്രണയിക്കുന്നവരും വിവാഹത്തിന് മുന്നേ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വിധേയമാകും. പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് ഇന്ന് വളരെയധികം അധികരിച്ചിരിക്കുകയാണ്. ഡിവോഴ്സ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചാൻസ് എടുക്കാം. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് മെഡിട്രീന ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. വന്ന് സേവനം നേടുക. വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരും പ്രണയിച്ച് നടക്കുന്നവരൊക്കെ ഒരു അനാലിസിസ് ചെയ്യണം. പരസ്പരം എത്രമാത്രം മാച്ചിങ് ഉണ്ട്, മാച്ചായി പോകും എന്നൊരു പഠനം ഉണ്ട് സയൻറ്റിഫിക്കായിട്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിനാൽ വരിക. 9605743596 ആണ് എൻ്റെ നമ്പർ. തീർച്ചയായിട്ടും നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് അതിനുള്ള പ്രോഗ്രാം നമുക്കുണ്ട്. വന്ന് പ്രയോജനപ്പെടുത്തുക. നമുക്ക് കൊല്ലം ആയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലാണ് എങ്കിലും മുഖത്തലയിലും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് നമുക്ക് സ്വന്തം. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് വന്ന് പ്രയോജനപ്പെടുത്തൂ. അങ്ങനെ ജീവിതം ദുരന്തവും ദുരിതവും ആക്കി തീർക്കാതിരിക്കുക. വെൽക്കം.